ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു സീനാസ് ഹോംമെയ്ഡ് റെസിപ്പീസ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാൻകേക്ക് ആണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നമ്മളിതൊരു കിഡ്സ് റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. സോ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. ഇതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. അതേപോലെ 2 ടേബിൾ സ്പൂൺ ബട്ടർ, അത് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. 1/2 കപ്പ് പാല്, 1/4 കപ്പ് മൈദ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 നുള്ളു ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതേപോലെ ബട്ടറും മുട്ടയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മൈദ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പ്രോസസ്സ് നമുക്ക് മിക്സിയിൽ ചെയ്യാം. സിമ്പിളായിട്ട് പെട്ടെന്നൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മിക്സി യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഇടാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ബേക്കിംഗ് പൗഡറും ഉപ്പും ഇടാൻ വേണ്ടി മറന്നു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒഴിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കുക. അത് തീർത്തും ഓപ്ഷണലാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ സെറ്റായിട്ടുണ്ട്. ഇനി അതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി അതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ അടിഭാഗം ബ്രൗൺ ആവുന്നുണ്ടോ നോക്കുക. ആ ഒരു പാകത്തിൽ നമുക്കത് മറിച്ചിടാം. എന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റ് അതിൻ്റെ മേൽഭാഗം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പം ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ചുട്ടെടുക്കാം. ഇനി നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യാനായിട്ട് നന്നായിട്ട് തളിച്ചിട്ടുള്ള വെള്ളത്തിൻ്റെ മേലേക്ക് ഒരു ബൗളിൽ ചോക്ലേറ്റ് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ടത് ഒരു 10 മിനിറ്റ് ഇതേപോലെ വെക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് ഉരുക്കി വന്നോളും. ഇത് നമ്മൾ ഡയറക്റ്റ് അടുപ്പിൽ വെക്കുമ്പം പെട്ടെന്ന് ചോക്ലേറ്റ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നത്. ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ നമ്മളത് ചെയ്തിട്ടുണ്ടായി, പക്ഷേ അത് കുറച്ച് ഫാസ്റ്റായിട്ടാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെയായിട്ട് ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൻ്റെ ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം. ചിലർ ന്യൂട്രല്ല യൂസ് ചെയ്യും. അതേപോലെ തേന്, ചോക്ലേറ്റ് സിറപ്പ്, ഡേറ്റ് സിറപ്പ് ഇതൊക്കെ യൂസ് ചെയ്യും. നമ്മളടുത്ത് ഇവിടെ ചോക്ലേറ്റും തേനും ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത് രണ്ടും വെച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേലെയായിട്ട് നമ്മൾ ചോക്ലേറ്റ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ഒരു പാൻ കേക്കും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു രീതിയിൽ കഴിക്കാം. പിന്നെ നമ്മൾ തേൻ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെയായിട്ട് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഇത്ര അധികം യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.